പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാറുണ്ട്. എന്നാൽ പോൺ കാണുന്നത് എപ്പോഴാണ് ഒരു സാധാരണ കാഴ്ചയിൽ നിന്ന് ഒരു അഡിക്ഷനായി മാറുന്നത്? മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാനും അംഗീകാരം നേടാനുമുള്ള നമ്മുടെ ആഗ്രഹം മനുഷ്യസഹജമാണ്. പക്ഷേ പോൺ കാണുന്നത്, പ്രത്യേകിച്ച് ഒരു അഡിക്ഷന്റെ തലത്തിലേക്ക് വരുമ്പോൾ, അതൊരു അപകടകരമായ വഴിയായി മാറാം. ഒരുപക്ഷെ ഒരു നിരുപദ്രവകാരിയായി തോന്നുന്ന ഈ ശീലം ദൂരവ്യാപകമായ മാനസികവും ശാരീരികവുമായ ദോഷങ്ങളിലേക്ക് നയിച്ചേക്കാം. ഇവിടെ പോൺ അഡിക്ഷന്റെ 6 അപകടകരമായ ഘട്ടങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഘട്ടം 1: ഇനീഷ്യൽ എക്സ്പോഷർ. പോണിനോടുള്ള നിങ്ങളുടെ ആകാംക്ഷ ഒരുപക്ഷെ വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കും തുടങ്ങുന്നത്. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ അത്തരം കോണ്ടന്റുകൾ കണ്ടെന്നിരിക്കും. സിനിമകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, പരസ്യങ്ങളിലൂടെ, കൂട്ടുകാരുടെ നിർബന്ധത്തിലൂടെയൊക്കെ ഇത് സംഭവിക്കാം. പഠനങ്ങൾ പറയുന്നത് 18 വയസ്സിന് മുമ്പ് ഏകദേശം 93% ആൺകുട്ടികളും 62% പെൺകുട്ടികളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ മനഃപൂർവ്വമല്ലാതെ പോണിന് വിധേയരാകുന്നു എന്നാണ്. തുടക്കത്തിൽ അതൊരു രഹസ്യമായി കാണുന്ന ഒരു നിരുപദ്രവകാരിയായി തോന്നാം. പക്ഷേ ഈ ആദ്യ കാഴ്ച പിന്നീട് കൂടുതൽ കാണാനുള്ള വഴി തുറക്കുന്നു. നിങ്ങളുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ ഡോപ്പമിൻ പുറത്തുവിടും. ഇത് ലൈംഗിക തൃപ്തിയെ ഈ ചിത്രങ്ങളുമായോ വീഡിയോകളുമായോ ബന്ധപ്പെടുത്തുകയും അത് വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഘട്ടം 2: പതിവാക്കിയ കാഴ്ച. പോൺ കാണുന്നതിന് പല തലങ്ങളുണ്ട്. പക്ഷേ എപ്പോഴാണ് അതൊരു പ്രശ്നമായി മാറുന്നത്? ആദ്യത്തെ കൗതുകം പതിവാക്കി ഒരു ശീലമായി മാറുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. നിങ്ങൾ അറിയാതെ കണ്ടൊരു കാര്യത്തിൽ നിന്ന് മാറി ഇപ്പോൾ അത് നിങ്ങൾ മനഃപൂർവ്വം തേടി പിടിച്ച് കാണാൻ തുടങ്ങുന്നു. ഇത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാവുകയോ അല്ലെങ്കിൽ ബിരതയോ മാനസിക പിരിമുറുക്കമോ അല്ലെങ്കിൽ വിഷമങ്ങളിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലായോ മാറാം. ഈ അഡിക്ഷൻ കൂടുമ്പോൾ അതിന്റെ ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മറ്റു മേഖലകളിലേക്ക് പതുക്കെ വ്യാപിക്കാൻ തുടങ്ങും. ജോലിക്ക് പോകാൻ വൈകുക, വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ മറക്കുക, ഇതൊക്കെ സംഭവിക്കാം. പോൺ നൽകിയിരുന്ന ആ രക്ഷപ്പെടൽ ഇപ്പോൾ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നിങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെടാൻ പോലും തുടങ്ങാം. പഠനങ്ങൾ പറയുന്നത് ഏകദേശം 56% വിവാഹമോചന കേസുകളിലും ഒരു പങ്കാളിക്ക് പോണോടുള്ള അമിതമായ താൽപ്പര്യം ഒരു കാരണമായി മാറാറുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഒരു കോളേജ് വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് പകരം മണിക്കൂറുകളോളം പോൺ കാണാൻ സമയം കളഞ്ഞെന്നിരിക്കും. ഇത് അപകടകരമാണ്. കാരണം ഇത് വെറും ഒരു ആകാംക്ഷയെ തൃപ്തിപ്പെടുത്തുന്നതിലല്ല, മറിച്ച് നിങ്ങളുടെ ബന്ധങ്ങളെയും സാധാരണയായി പ്രവർത്തിക്കാനുള്ള കഴിവിനെയും ദോഷകരമായി ബാധിക്കുന്ന ഒരു കരുതലായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഒരു മിനിറ്റ്, നിങ്ങൾക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വെറും ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം മാറില്ല. ഈ അവസ്ഥയിൽ നിന്നും പുറത്തുവരാൻ ശരിയായൊരു മാർഗം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സുപ്പീരിയർ മാൻ ബിൽഡിംഗ് പ്രോഗ്രാം എന്ന ഒരു ശക്തമായ പ്രോഗ്രാം തയ്യാറാക്കിയത്. കഴിഞ്ഞ 6 വർഷത്തിലേറെയായി ഈ വിഷയത്തിൽ പ്രവർത്തിച്ചുള്ള ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നും ഏകദേശം 3000-ലധികം ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ഈ പ്രോഗ്രാമിന് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ, പോൺ അഡിക്ഷൻ, സ്വയംഭോഗം തുടങ്ങിയ ശീലങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടാൻ ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും. ഈ പ്രോഗ്രാമിൽ എങ്ങനെ ചേരാമെന്ന് താഴെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പിൻ ചെയ്തു വെച്ച കമന്റിലോ ഉള്ള ലിങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ഓർക്കുക, ഇത് നിങ്ങൾക്ക് സ്വയം മാറാനുള്ളൊരവസരമാണ്. ഈ പ്രോഗ്രാമിൽ ചേർന്ന് നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കൂ. ഘട്ടം 4: ഡിപ്പെൻഡൻസ്. ഈ ഘട്ടത്തിൽ പോൺ കാണുന്നത് ഒരു നിർബന്ധിത സ്വഭാവമായി മാറുന്നു. നിർത്തണമെന്ന് ആഗ്രഹിച്ചാലും നിങ്ങൾക്കതിന് കഴിയില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാനും അത് കാണാനുള്ള അവസരങ്ങൾ തേടാനും നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഒരു സാമൂഹ്യ പരിപാടിയിൽ നിന്നോ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ നിന്നോ ഒഴിവാകാൻ തോന്നും. കാരണം എപ്പോഴും പോൺ കാണാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്കുണ്ടാകും. കുറ്റബോധം തോന്നുമ്പോഴും നിങ്ങൾ അതേ പ്രവൃത്തിയിലേക്ക് തന്നെ മടങ്ങിയെത്തും. കൂടാതെ ഇത് ലൈംഗിക പ്രശ്നങ്ങളിലേക്കും നയിക്കും. 2016 നടന്ന ഒരു പഠനം കണ്ടെത്തിയത് കൂടുതൽ പോൺ കാണുന്ന ചെറുപ്പക്കാർക്ക് യഥാർത്ഥ ജീവിതത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉദ്ധാരണക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്നാണ്. കാരണം അവരുടെ തലച്ചോറ് കൃത്രിമമായ ഉത്തേജനത്തിന് അടിമപ്പെട്ടതിനാൽ യഥാർത്ഥ ജീവിതത്തിലെ അടുപ്പവുമായി ബന്ധപ്പെടാൻ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഘട്ടം 5: സംവേദനക്ഷമത നഷ്ടമാകുന്നു. പോൺ അഡിക്ഷന്റെ ഏറ്റവും വലിയ ദോഷങ്ങളിൽ ഒന്നാണ് സംവേദനക്ഷമത നഷ്ടമാകുന്നത്. ഈ ഘട്ടത്തിൽ മുമ്പ് നിങ്ങളെ ആവേശം കൊള്ളിച്ച കണ്ടന്റുകൾക്ക് ഇപ്പോൾ യാതൊരു ഫലവുമില്ലാതാകുന്നു. ഇത് കൂടുതൽ അങ്ങേയറ്റത്തെയോ അല്ലെങ്കിൽ അപകടകരമായ കണ്ടന്റ് തേടാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. നിങ്ങളുടെ ചിന്തകൾക്കും മൂല്യങ്ങൾക്കും എതിരായ കാര്യങ്ങൾ കാണാൻ പോലും നിങ്ങൾ തയ്യാറാകും. ചിലപ്പോൾ അത് അക്രമാസക്തമായതോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായതോ ആയ കണ്ടന്റുകളാകാം.
ഒരു സാധാരണ പോണിൽ നിന്ന് മാറി വയലന്റായ കണ്ടന്റിലേക്ക് മാറുന്നത് ഇതിനൊരുദാഹരണമാണ്. നിങ്ങൾ കാണുന്ന കാര്യങ്ങളിൽ ഒരു വെറുപ്പ് തോന്നുമ്പോഴും കൂടുതൽ ഉത്തേജനത്തിനുള്ള നിങ്ങളുടെ ആഗ്രഹം ആ വികാരങ്ങളെ മറികടക്കുന്നു. ഘട്ടം 6. പ്രതിസന്ധി. ഇതാണ് ഏറ്റവും അപകടകരമായ ഘട്ടം. ഈ അവസ്ഥയിൽ പോൺ അഡിക്ഷന്റെ ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങൾ തകരുന്നു, ആത്മാഭിമാനമില്ലാതാകുന്നു, ജോലിയിലോ പഠനത്തിലോ മോശം പ്രകടനം കാഴ്ചവെക്കുന്നു. ഉദാഹരണത്തിന്, ജോലിസ്ഥലത്ത് പോൺ കാണുന്നത് കാരണം ഒരു പ്രൊഫഷണലിന് ജോലി നഷ്ടപ്പെടാം. അല്ലെങ്കിൽ ഒരു ബന്ധത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായി അടുപ്പമുണ്ടാകാത്തത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം കടുത്ത കുറ്റബോധം, നാണക്കേട്, നിസ്സഹായത എന്നിവയിലേക്ക് നയിക്കുകയും അത് വിഷാദത്തിലേക്കോ ഉത്കണ്ഠയിലേക്കോ വഴിമാറുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ മാത്രമാണ് ആളുകൾ പലപ്പോഴും ചികിത്സ തേടുന്നത്. പഠനങ്ങൾ പറയുന്നത് തുടർച്ചയായ പോൺ അഡിക്ഷൻ തലച്ചോറിന്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് എന്നാണ്. ഇത് പദാർത്ഥങ്ങൾ ദുരുപയോഗിക്കുന്നവരിൽ കാണുന്ന മാറ്റങ്ങൾക്ക് സമാനമാണ്. ഈ മാറ്റങ്ങൾ തീരുമാനമെടുക്കാനുള്ള കഴിവ്, ആത്മനിയന്ത്രണം, വൈകാരിക നിയന്ത്രണം എന്നിവയെ ബാധിക്കുകയും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യാം. പോൺ അഡിക്ഷൻ വെറുമൊരു നിരുപദ്രവകാരിയായ ശീലമല്ല. അതിന്റെ ഫലങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ജീവിതത്തെയും പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയും. നിങ്ങൾ ഈ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സഹായം തേടുന്നതിൽ ഒരു നാണക്കേടുമില്ല. ഈ അഡിക്ഷൻ യഥാർത്ഥവും അർത്ഥപൂർണവുമായ ബന്ധങ്ങളെയും സന്തോഷത്തെയും നിങ്ങളിൽ നിന്ന് അകറ്റാൻ അനുവദിക്കരുത്. എത്രയും വേഗം നിങ്ങൾ ഇതിനെ അഭിമുഖീകരിക്കുന്നുവോ അത്രയും വേഗം നിങ്ങൾക്ക് സുഖപ്പെടാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കമന്റിൽ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ബൈ.